In this video, we will see experiment number 4, which is just two parts. One is the coin tossing problem and the other is the level crossing problem. So we will see both experiments in detail. First experiment in the simulate a coin toss that maps a head as 1 and tail as 0. Toss the coin n is equal to 100, 500, 1000, 5000, 50,000 times. Compute the probability of head in each case. Compute the absolute error 0.5 minus p, modulus of 0.5 minus p in each case, and plot against n, and understand the law of large numbers. Program ചെയ്തപ്പോൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ആക്ച്വലി നമ്മൾ അബ്സല്യൂട്ട് എററും ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് നമ്മളെ കൊണ്ട് എഴുതിച്ചു. നമ്മൾ കവർ ചെയ്തിട്ടില്ല. അത് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞത് നമ്മൾ കവർ ചെയ്തിട്ടില്ല. So let us see what our program that we have run. ആദ്യത്തെ രണ്ട് ലൈൻ എന്ന് പറയുന്നത് is calling of the libraries. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കാര്യം റിപ്പീറ്റ് ആയിട്ട് ചെയ്യേണ്ടി വരുമ്പോഴാണ് നമ്മളൊരു ഫംഗ്ഷൻ എഴുതുന്നത്. ദാറ്റ് ഈസ് ഒരു പ്രോഗ്രാമിംഗ് ലെവലിൽ അതാണ്. പ്രോസസ് or some calculations, we will write it as a function. ഇവിടെ നമുക്ക് കോയിൻ ടോസിംഗ് എന്ന് പറയുന്നത് ആദ്യം 100 പ്രാവശ്യം ചെയ്യണം, പിന്നെ 500 പ്രാവശ്യം ചെയ്യണം, പിന്നെ 1000, 5000 പ്രാവശ്യം ചെയ്യണം. റിപ്പീറ്റ് ആയിട്ട് ചെയ്യേണ്ടത് കൊണ്ടാണ് നമ്മൾ അതിനെ ഒരു ഫംഗ്ഷനായിട്ട് എഴുതുന്നത്. അപ്പോൾ എന്താണ് റിപ്പീറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളത്? നമുക്ക് ചെയ്യാനുള്ളത് ഇന്നത്തെ കേസ് ആണെങ്കിൽ 100 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യണം. ഓരോ പ്രാവശ്യവും എന്താണ് ഔട്ട്പുട്ട് വന്നത് എന്നുള്ളത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ എത്ര പ്രാവശ്യം 1 വന്നു എന്നുള്ളത് നമ്മൾ കൗണ്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ പ്രോബബിലിറ്റി വാല്യൂ കണ്ടുപിടിക്കണം. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ അകത്ത് എഴുതുന്നത്. So let us see the program in detail. Function നോക്കുമ്പോൾ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മീനിങ് ആണ്. രണ്ട് വാക്കുള്ളപ്പം സെക്കൻഡ് വാക്കിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതുന്നു. അതിനെ ക്യാമൽ കേസ് ലെറ്ററിംഗ് എന്നാണ് പറയുന്നത്. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് നൊട്ടേഷനുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട് നമ്പർ, കാരണം നമുക്ക് 100 ആണോ 500 ആണോ 1000 ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. അപ്പം അതുകൊണ്ട് അതാണ് നമ്മുടെ ഇൻപുട്ട് ആർഗ്യുമെന്റ്. പിന്നെ നമുക്ക് റിസൾട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ലിസ്റ്റായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ടോസ് അണ്ടർസ്കോർ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈക്വൽ ടു ഒരു നൾ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. നൾ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു എലമെൻറ്റും ഇല്ലാത്ത ലിസ്റ്റ്. അപ്പം വെറുതെ ഓപ്പണിംഗ് ബ്രാക്കറ്റും മാത്രം ഇടുന്നു. പച്ച കളറിൽ എഴുതിയിരിക്കുന്നത് കമന്റ് ആണ്, COMMENT. That is for the programmer to understand. നമുക്ക് എന്ത് ചെയ്യണം? 100 പ്രാവശ്യം നമുക്ക് റിപ്പീറ്റ് ചെയ്യണം. അത് നമുക്കൊരു ഫോർ ലൂപ്പ് വേണം. ഫോർ I in range of number കോളൻ. അപ്പോൾ അത് കഴിയുമ്പോൾ സ്പേസ് വരും. നമ്മൾ ലൂപ്പിന്റെ അകത്താണ്. ലൂപ്പിന്റെ അകത്താണെന്നുള്ള കാണിക്കാൻ വേണ്ടിയാണ് ആ ഇൻഡന്റ് വന്നേക്കുന്നത്, സ്പേസിങ് കൊടുത്തേക്കുന്നത്. അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്നു. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ റാൻഡ് ഇൻറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അതെന്ന് പറയുന്നത് numpy എന്ന ലൈബ്രറിക്കകത്ത് റാൻഡം എന്ന് പറയുന്ന അകത്താണ്. ആൻഡ് numbers will be between 0 and 2. So 2 is not included. So integer numbers between 0 and 2 എന്ന് പറയുമ്പോൾ with 2 not included. So 0 and 1. 0 1 വരും. അപ്പോൾ ആ കിട്ടിയ വാല്യൂ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. If flip കിട്ടിയ വാല്യൂ is equal to 1, then നമ്മൾ ടോസ് അണ്ടർസ്കോർ ലിസ്റ്റ്, നേരത്തെ നമ്മൾ നൾ ലിസ്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത ലിസ്റ്റിൻ്റെ അകത്ത് അപ്പൻഡ് 1, അതിൻ്റെ അകത്ത് 1 ആഡ് ചെയ്യാനായിട്ട് പറയുന്നു. ആ ലിസ്റ്റിൻ്റെ കൂടെ 1 ചേർക്കുക, അല്ലെങ്കിൽ ആ ലിസ്റ്റിൽ 0 ചേർക്കുക. അത് 500 പ്രാവശ്യം ചെയ്ത് 100 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ കൗണ്ട് എടുക്കണം. അപ്പം അതിന് നമുക്ക് കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഇപ്പോൾ കൗണ്ട് ഓഫ് 1 എന്ന് കൊടുക്കുമ്പോൾ 1ന്റെ കൗണ്ട് കിട്ടും. കൗണ്ട് ഓഫ് 0 എന്ന് കൊടുക്കുമ്പോൾ 0യുടെ കൗണ്ട് കിട്ടും. ആരുടെ കൗണ്ടാണ്? ഈ ടോസ് അണ്ടർസ്കോർ ലിസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിൽ വന്ന വാല്യൂസ്. അപ്പോൾ ഓർക്കണം, ആ ഫോർ ലൂപ്പ് മൊത്തം കഴിഞ്ഞിട്ട് വേണം നമ്മൾ കൗണ്ട് ചെയ്യാൻ. അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കണം, ഇറ്റ് ഈസ് സ്പേസിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് ദി പ്രീവിയസ് ലൈൻ. നിങ്ങൾ മൊത്തം then you are finding the probability. എന്താണ് പ്രോബിലിറ്റി? നമ്പർ ഓഫ് ഹെഡ്സ് ബൈ ടോട്ടൽ കൗണ്ട്. അപ്പോൾ അത് വന്നിരിക്കുന്ന വേരിയബിൾസ് ആണ് കൗണ്ട് അണ്ടർസ്കോർ ഹെഡ് നമ്പേഴ്സ്. പ്രോബിലിറ്റി ഓഫ് ഹെഡും പ്രോബിലിറ്റി ഓഫ് ടെയിലും കണ്ടുപിടിച്ചു. അതിനെ നമ്മൾ റിട്ടേൺ ചെയ്യും. ഈ വാല്യൂസ് റിട്ടേൺ ചെയ്യും. നമ്മൾ മൊത്തം പ്രോഗ്രാം നോക്കുമ്പോൾ നിങ്ങൾക്ക് സ്പേസിംഗ് മനസ്സിലാകും. ഇവിടെ ഫോർ ലൂപ്പിന്റെ അകമായതുകൊണ്ട് ഒരു സ്പേസിംഗ്. ഇതിനെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അവിടെ ഒരു ടാബ് ആണ് കൊടുക്കുന്നത്. അടുത്ത ലൈൻ ഇഫ് ലൂപ്പിന്റെ അകത്ത് വരുന്നതാണ്. അതുകൊണ്ടാണ് അതിന് 2 ടാബ്സ് കൊടുത്തിരിക്കുന്നത്. എഗെയിൻ ഇതിന് സമാനമായിട്ട് വരുന്നതാണ് എൽസ്. ഇഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ അല്ലെങ്കിൽ എൽസ് കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ എൽസിന്റെ അകത്ത് വരുന്ന സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ടാണ് 2 ലൈൻസ് കൊടുത്തിരിക്കുന്നത്. ഫോർ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കൗണ്ട് എടുക്കേണ്ടത്. അതുകൊണ്ട് സ്പേസിംഗ് ഇവിടെയുള്ള എത്ര സ്പേസിംഗ് ആണ് അതേ സ്പേസിംഗ് ആണ് നമുക്ക് ഇവിടെ. സ്പേസിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ചുമ്മാ എഴുതി പ്രോഗ്രാം എഴുതുക എന്നുള്ളതല്ല, ആയിട്ട് വിട്ട് പഠിക്കണം. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫോർ ലൂപ്പിന്റെ അകത്തല്ല, ഫോർ ലൂപ്പിന് പുറത്താണ്, എന്നാൽ ഫംഗ്ഷന്റെ അകത്തുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് സ്പേസിംഗ് നോക്കേണ്ടത്. നമുക്ക് റിട്ടേൺ വാല്യൂ. സോ കമ്മിങ് ബാക്ക്, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഈ ഫംഗ്ഷനെ 100 പ്രാവശ്യം യൂസ് ചെയ്യണം, 100 വാല്യൂന് ചെയ്യണം, പിന്നെ 500 ചെയ്യണം. സോ നമ്മൾ ആ വാല്യൂസിനെ നമ്മൾ ലിസ്റ്റ് ആയിട്ട് കൊടുക്കും. ലിസ്റ്റ് ഓരോ പ്രാവശ്യമുള്ള പ്രോബിലിറ്റി ഓഫ് ഹെഡ് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അവിടെ നമ്മളൊരു നൾ ലിസ്റ്റിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നു. എലമെന്റുകളുടെ ജസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ്, ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആൻഡ് എൻഡിംഗ് ബ്രാക്കറ്റ്. അത് നമ്മൾ പറയുന്നത് നൾ ലിസ്റ്റ് എന്നുള്ളതാണ്. ഇനിയും നമ്മൾ എന്താണ് ഓരോ പ്രാവശ്യവും ഇതിനെ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. 100 ചെയ്യണം, 500 ചെയ്യണം, അങ്ങനെ ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ഫോർ ലൂപ്പിൽ കൊടുക്കുന്നു. കോയിൻ ടോസ് എന്ന് പറയുന്നത് ഓരോ പ്രാവശ്യം വിളിക്കുകയാണ്. സോ ആദ്യം എന്നിന്റെ വാല്യൂ 100 ആയിരിക്കും. അപ്പോൾ n എന്ന് പറഞ്ഞ ലിസ്റ്റ് ആണ്. ജെയുടെ വാല്യൂ ആദ്യം 100 ആയിരിക്കും. ജെയുടെ വാല്യൂ 100 ആയിരിക്കും. സോ ആദ്യത്തെ വാല്യൂ 100. സോ ജെയുടെ വാല്യൂ 100 ആയിരിക്കും. അപ്പോൾ ജെ ആണ് ഇവിടെ വരുന്നത്. ടോസ് ഓഫ് 100 ചെയ്യും. നമ്മുടെ പ്രോഗ്രാം പ്രകാരം കോയിൻ ടോസ് ഓഫ് 100 ചെയ്യും. അതിന്റെ റിട്ടേൺ വാല്യൂസ് കിട്ടും. പ്രോബ് അണ്ടർസ്കോർ എച്ചും പ്രോബ് അണ്ടർസ്കോർ ടിയും. ആ വാല്യൂസ് ആണ് നമ്മൾ എയിലും ബിയിലും സ്റ്റോർ ചെയ്യുന്നത്. സോ എ വിൽ ഹാവ് probability of heads, B will have probability of tails. പ്ലോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റെം ആണ്, ഡിസ്ക്രീറ്റ് വാല്യൂസ് ആണ്, കണ്ടിന്യൂസ് വാല്യൂസ് അല്ല. അതുകൊണ്ട് നമ്മൾ സ്റ്റെം പ്ലോട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. നമ്മൾ നേരത്തെ എഴുതിയ പ്രോഗ്രാം ഇൻകംപ്ലീറ്റ് ആണ്. Because പ്രോഗ്രാമിന്റെ അകത്ത് it is asked to find the absolute error 0.5 minus p, where p is the probability of head. The probability of head on p, so 0.5 minus p you should find, and find the absolute value of that and plot against n. So idinte koode after this you have to actually write one more statement, which is the value you have to store. Okay,
So we can write like absolute error. I am using a variable AERR. So absolute error is equal to, you can use the function ABS, absolute value കണ്ടുപിടിക്കാനായിട്ട് absolute of 0.5 minus probability of head. നിങ്ങളുടെ വേരിയബിൾ നെയിം ഉപയോഗിക്കണം. നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് probability of head എന്നുള്ളതാണ്, probability underscore head എന്നുള്ളതാണ് വേരിയബിൾ നെയിം ഉപയോഗിച്ചിരിക്കുന്നത്. സോ ആ വേരിയബിൾ നെയിം നമ്മൾ should close the bracket. എന്നിട്ട് അത് വേണം നമ്മൾ പ്ലോട്ട് ചെയ്യാനായിട്ട്. ഈ കിട്ടുന്ന വാല്യൂ വേണം നമ്മൾ പ്ലോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. സോ this should be calculated out of the loop. So probability of head ഇവിടാണ്. നമുക്ക് ഓരോ പ്രാവശ്യവും നമുക്ക് probability of head കിട്ടും മുമ്പത്തെ ലൈനിൽ. സോ അത് കഴിഞ്ഞിട്ട് സ്പേസിംഗ് കറക്റ്റ് ആയിട്ട് കൊടുക്കണം, കാരണം absolute error is found outside the loop. So you should find it outside. അപ്പോൾ ഇൻഡന്റ് ഇല്ലാതെ വേണം നമ്മൾ ചെയ്യാൻ. തൊട്ട് മുമ്പത്തെ ലൈനിൽ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് you can see. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഔട്ട് ഓഫ് ദ ലൂപ്പ് you should give this line. അപ്പം absolute error കാണുക. എന്നിട്ട് പ്ലോട്ട് ചെയ്യേണ്ടത് n വേഴ്സസ് ഇതല്ല, probability of head അല്ല, പകരം you have to plot the absolute error വേണം പ്ലോട്ട് ചെയ്യാനായിട്ട്. എററിന് ERR അത് വേണം പ്ലോട്ട് ചെയ്യാൻ. അപ്പോൾ അതാണ് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ യു ഹാവ് ടു മോഡിഫൈ ദാറ്റ് ക്വസ്റ്റ്യൻ ഇൻ ദാറ്റ് വേ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ലോ ഓഫ് ലാർജ് നമ്പേഴ്സ്. ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് നമ്മൾ തിയറി നോക്കിയായിരുന്നു, നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. Second part of the experiment is goes like this: create a uniform random vector with maximum magnitude 10, plot and observe the vector, set a threshold and count how many times the function has gone above and below the threshold. നമുക്കൊരു threshold വാല്യൂ ഉണ്ട്. ആ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിൽ എത്ര എണ്ണം ആ ത്രെഷോൾഡിനേക്കാളും കൂടുതൽ പോയി എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള പ്രോഗ്രാമാണ്. ലൈബ്രറീസ് വേണം. ആദ്യം നമ്മൾ ഇനിഷ്യലി വി ഹാവ് ലൈബ്രറീസ്, വി ആർ സെറ്റിംഗ് ദ ത്രെഷോൾഡ് ടു 2. അത് ക്വസ്റ്റ്യനിൽ എന്താണോ പറയുന്നത് അതുപോലെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ റാൻഡം ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ 2 എന്ന് പറയുന്ന നമ്പറിനെ സെറ്റ് ചെയ്യുന്നു. കൗണ്ട് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ കൗണ്ട് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നു ടു 0. ഈ കമാൻഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുന്നത്. np.random.uniform 0,10,5. I think this has to be changed to 11 because 10 എന്ന് പറയുമ്പോൾ 9 വരെ ജനറേറ്റ് ചെയ്യത്തുള്ളൂ. I think ഇതിന് പകരം we have to use 11. So that we'll get numbers between 0 and up to 10. അങ്ങനത്തെ 5 numbers ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ ഓരോ നമ്പറും നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അത് നമ്മളൊരു ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യണം. ഫോർ I in rsm_rand. അപ്പം ഐയുടെ വാല്യൂ ഓരോ റാൻഡം വാല്യൂസ് ഓരോന്നോരോന്നായിട്ട് വരും. എന്നിട്ട് ഓരോന്നും ചെക്ക് ചെയ്യണം. ഇഫ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു VT, ത്രെഷോൾഡിനേക്കാൾ കൂടുതൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണോ ചെക്ക് ചെയ്യണം. ആണെങ്കിൽ കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1. എൽസ് വി വിൽ ഗോ ബാക്ക്. നമ്മൾ ഒരു കണ്ടീഷൻ എഴുതുന്നില്ല. സോ എൽസ് എഴുതാത്തപ്പോൾ നമ്മൾ ഇറ്റ് വിൽ ഗോ ടു ദ നെക്സ്റ്റ് നമ്പർ. അങ്ങനെ മൊത്തവും കൗണ്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വി ഹാവ് ടു പ്രിന്റ് ദി കൗണ്ട് വാല്യൂ. നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടില്ല. യു ഹാവ് ടു ആഡ് ദാറ്റ്. പിന്നെ നമുക്കുള്ളത് പ്ലോട്ട് ചെയ്യാനാണ്. സോ പ്ലോട്ട് ചെയ്യാനായിട്ട് നമുക്ക് റാൻഡം വാല്യൂസ് ഡിസ്ക്രീറ്റ് വാല്യൂസ് ആയതുകൊണ്ട് നമുക്ക് വി ഹാവ് ടു യൂസ് സ്റ്റെം എന്ന് പറയുന്ന ഇതാണ് ഉപയോഗിക്കേണ്ടത്.
നമുക്ക് 5 വാല്യൂസ് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പറയുന്നു. ഒന്നാമത്തെ വാല്യൂ, രണ്ടാമത്തെ വാല്യൂ, മൂന്നാമത്തെ വാല്യൂ. They are all random numbers. And അഞ്ചാമത്തെ വാല്യൂ. ഇനി നമുക്ക് ഒരു വിഷ്വൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് എത്ര പ്രാവശ്യം 2യേക്കാളും കൂടുതൽ പോയി എന്നുള്ളത്. സോ അത് എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് we have a curve like a straight line like this. So ഇതാണ് നമ്മുടെ VT, which is equal to 2. അപ്പോൾ ആ വിഷ്വൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് we are giving this line. അപ്പം നമുക്ക് 5 വാല്യൂസ് ഉണ്ട്. അപ്പം നമ്മൾ 5 VT 1 2 3 4 5 5 പ്രാവശ്യം VT എഴുതുന്നു. അപ്പം നമുക്ക് 5 പോയിന്റ്സ് കിട്ടുന്നു. സോ ദീസ് വിൽ ബി ദ പോയിന്റ്സ്. ഇതാണ് ഒരു പോയിന്റ്, ഇതായിരിക്കും അടുത്ത പോയിന്റ്, നെക്സ്റ്റ് പോയിന്റ്, ഇവിടം വരെ വരത്തുള്ളൂ. നമ്പർ വരച്ചപ്പോൾ അത് ചാടി ജമ്പ് ചെയ്ത് പോയി, ബട്ട് ഡു നോട്ട് കം. 5 പോയിന്റ്സ് ഉണ്ട്. അതിനെ പ്ലോട്ട് എന്ന് പറഞ്ഞത് കൊണ്ട് ഇറ്റ് വിൽ ബി എ കണ്ടിന്യൂസ് ലൈൻ ആയിട്ട് പ്ലോട്ട് ചെയ്യുന്നു. സോ ഇഫ് there are 6 values, remember if there are 6 values, then we should have ഇവിടെ in the VT, there should be 6 VT. 6 times you should write VT. ഇവിടെ ഈ ലൈൻ, ലാസ്റ്റ് ലൈൻ, സോ ദാറ്റ് 6 പോയിന്റ്സും വരും. അത് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വെച്ച് നമ്മൾ പ്ലോട്ട് ചെയ്യും. സോ ദിസ് ഇസ് ദി പ്രോഗ്രാം ഫോർ ലെവൽ ക്രോസിംഗ്. എത്ര പ്രാവശ്യം ഒരു ലെവലിൽ ക്രോസ് ചെയ്തു, 2 എന്ന് പറയുന്ന ലെവൽ എത്ര പ്രാവശ്യം ക്രോസ് ചെയ്തു എന്ന് നമുക്ക്. You should give a print statement also, which is not given here, which is important.